സ്ത്രീകൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്ന അത്യന്തം ഹീനമായ പ്രവൃത്തികളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ ഇടയ്ക്കിടെ കേൾക്കാറുണ്ട്. എന്നാൽ മുൻ ഭാര്യയെ ബലാത്സംഗം ചെയ്യാൻ നാട്ടുകാരോട് അഭ്യർത്ഥന നടത്തി തയ്യാറായവരെ കൊണ്ടെല്ലാം ആ സ്ത്രീയെ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് അത് കണ്ട് ആസ്വദിച്ച ഒരു സൈക്കോയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പ്രായഭേദമില്ലാതെ 50 പുരുഷന്മാരെ കൊണ്ട് ഒരു സ്ത്രീയെ പീഡിപ്പിച്ച ആ സൈക്കോപാത്തിന്റെ പേര് ഡൊമിനിക് പെലിക്കോട്ട് എന്നാണ്. സ്ത്രീകളെ ശാരീരികമായി ഉപദ്രവിച്ച് അതിൽ നിന്ന് വല്ലാത്ത ആനന്ദം കണ്ടെത്തുന്നതാണ് ഈ 72കാരൻ്റെ ഹോബി. സംഭവം നടക്കുന്നത് അങ്ങ് ഫ്രാൻസിലാണ്. സെയിൽസ്മാൻ, കൺസ്ട്രക്ഷൻ സൂപ്പർവൈസർ എന്നിങ്ങനെ ജോലികൾ ചെയ്തിരുന്ന ഡൊമിനിക് പെലിക്കോട്ട് 50കാരിയായ മുൻ ഭാര്യ ജിസേലെ പെലിക്കോട്ടിനെ ഇരയാക്കുന്നത് 2011 മുതലാണ്. ഉറക്ക ഗുളികകൾ ജ്യൂസിൽ ചേർത്ത് കൊടുത്ത് അവരെ മയക്കിയ ശേഷം ഇയാൾ ബലാത്സംഗം ചെയ്യും. പിന്നീട് നാട്ടിലെ മറ്റു പുരുഷന്മാരെ കൊണ്ടും ജിസേലയെ ബലാത്സംഗം ചെയ്യിക്കാൻ ഇയാൾ തീരുമാനിക്കുന്നു. അങ്ങനെ വിത്തൗട്ട് ഹെർ നോളജ് എന്നൊരു ചാറ്റ് റൂം തുറന്ന് അതിലൂടെ മുൻ ഭാര്യയെ പീഡിപ്പിക്കാൻ അയാൾ നാട്ടിലെ പുരുഷന്മാരോട് അഭ്യർത്ഥന നടത്തി. ഈ സൈക്കോയുടെ വാക്കുകേട്ട് വിവിധ പ്രായത്തിലുള്ള 50 പേരാണ് ആ സ്ത്രീയെ 2020 വരെ നിരന്തരം ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കിയത്. 22കാരൻ മുതൽ 72കാരൻ വരെ അവരെ ഉപദ്രവിച്ചു. മാധ്യമപ്രവർത്തകരും പട്ടാളക്കാരനും ലോറി ഡ്രൈവർമാരും ഇക്കൂട്ടത്തിൽ ഉൾപ്പെട്ടു. ഈ കേസിലെ പ്രധാന പ്രതിയായ ഡൊമിനിക് സ്വന്തം മകളുടെയും മക്കളുടെ ഭാര്യമാരുടെയും നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിലും പ്രതിയാണ്. ഇയാളുടെ ശിഷ്യത്വം സ്വീകരിച്ച് ഭാര്യയെ 12 തവണ ബലാത്സംഗം ചെയ്ത ജീൻ പിയറി എന്നയാളും ജിസേലയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ്. എന്തായാലും ഡൊമിനിക് പെലിക്കോട്ട് ഉൾപ്പെടെ കേസിലെ 51 പേരും കുറ്റവാളികളാണെന്ന് ഫ്രാൻസിലെ കോടതി വ്യാഴാഴ്ച വിധിച്ചു. മുഖ്യപ്രതിയായ ഡൊമിനിക്കിന് 20 വർഷം കഠിന തടവാണ് ശിക്ഷയായി നൽകിയിരിക്കുന്നത്. ഇയാൾ 2020 മുതൽ ജയിലിലാണ്. 72 വയസ്സുകാരനായ ഇയാൾ 20 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ജീവനോടെ പുറത്തിറങ്ങുമെന്ന് കരുതാൻ വയ്യ. മറ്റ് 51 പേർക്കും ഇത്തരത്തിൽ 8 വർഷം, 10 വർഷം, 13 വർഷം അങ്ങനെ ശിക്ഷകൾ വിധിച്ചു. താൻ കുറ്റക്കാരനാണെന്നും എല്ലാം നഷ്ടപ്പെട്ട താൻ ജയിലിൽ കിടന്ന് പട്ടിയെപ്പോലെ മരിക്കുമെന്നും അയാൾ കോടതിയിൽ പറഞ്ഞു. കൂട്ടുപ്രതികളെ പെടുത്താനും ഈ ഡൊമിനിക് മറന്നില്ല. തന്നെപ്പോലെ തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന 50 പേരും ശിക്ഷ അർഹിക്കുന്നവരാണെന്നും ഡൊമിനിക് കോടതിയിൽ തുറന്ന് സമ്മതിച്ചു. അങ്ങനെ ലോകത്തെ ഞെട്ടിച്ച ആ സംഭവത്തിന് നാട് ആഗ്രഹിച്ച വിധി ഉണ്ടായിരിക്കുന്നു.